ജീവിതത്തിൽ നമ്മൾ വിജയം ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ് അല്ലേ. നമ്മൾ പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും സാമൂഹ്യ ജീവിതത്തിലും എവിടെയാണെങ്കിലും നമ്മളെല്ലാവരും വിജയം ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷെ പലപ്പോഴും പല കാര്യങ്ങളും ഇതിന് തടസ്സമായിട്ട് വരാറുണ്ട്. നിങ്ങൾ റെയ്മൺ ക്ലാരൻസ് എവ്രി എന്ന് പറയുന്ന ഒരാളെ പറ്റി കേട്ടിട്ടുണ്ടാവും. സഹസ്രാബ്ദത്തിലെ കായിക താരം എന്നൊക്കെ അറിയപ്പെട്ട ആളാണ്. അയാൾ ജനിക്കുന്നത് 1873 ഈ 1873 ജനിക്കുമ്പോൾ ഇയാളുടെ കാലിന് ശേഷിയില്ലാത്തൊരവസ്ഥയിലാണ് ജനനം. 4 വയസ്സാകുമ്പോഴേക്കും ഇയാൾക്ക് പോളിയോ ബാധിച്ച് നടക്കാൻ പറ്റാതെ ഇയാൾ വീൽ ചെയറിലാവുന്നുണ്ട്. അപ്പോൾ ഇയാളെ കാണിച്ച ഡോക്ടർമാർ പറയുന്നുണ്ട്, ഇനി നിനക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ നീ ഇരിക്കുന്ന കസേരയിൽ നിന്ന് ചാടാൻ തുടങ്ങിക്കോ എന്ന് തമാശ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഈ കുട്ടി അത് കാര്യമാക്കി എടുത്തു എന്നുള്ളതാണ്. അവൻ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് ചാടാൻ വേണ്ടി തുടങ്ങി. ഒരു തവളയെ പോലെ അവൻ ഇരുന്നിടത്തുനിന്ന് ചാടി 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 അങ്ങനെ രസകരമെന്ന് പറയട്ടെ, 1900 പാരീസിൽ നടന്ന ഒളിമ്പിക്സിൽ അമേരിക്കയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തത് സ്റ്റാൻഡിങ് ഹൈ ജമ്പിൽ, സ്റ്റാൻഡിങ് ലോങ് ജമ്പിൽ, സ്റ്റാൻഡിങ് ട്രിപ്പിൾ ജമ്പിൽ ഈ റെയ്മൺ ക്ലാരൻസ് എവ്രി ആയിരുന്നു എന്നുള്ളതാണ്. ഇതിലൊക്കെ സ്വർണം നേടുകയും പിന്നീട് 1904 ഏതൻസ് ഒളിമ്പിക്സിലൊക്കെ ഇയാൾ സ്വർണം നേടുകയുണ്ടായി. അങ്ങനെയാണ് ഇയാൾ ആളുകൾ ഇരട്ടപ്പേരിട്ട് വിളിച്ചത് മനുഷ്യ തവള എന്ന രീതിയിലായിരുന്നു. അതോടൊപ്പം തന്നെ ലോകം ഇയാളെ അംഗീകരിച്ചത് സഹസ്രാബ്ദത്തിന്റെ കായിക താരം എന്ന രീതിയിലാണ്. ഒരു ഇല്ലായ്മയിൽ നിന്ന്, തളർച്ചയിൽ നിന്ന്, പോരായ്മയിൽ നിന്ന് വിജയത്തിലേക്ക് സഞ്ചരിച്ച, ചാടിക്കയറിയ റെയ്മൺ ക്ലാരൻസ് എവ്രിയുടെ കഥയാണിത്. നമുക്കൊന്ന് നോക്കാം. നമസ്കാരം, വിനോജ് മാഷ്. VC ടോക്സിന്റെ പുതിയ വർത്തമാനത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ചെറിയൊരു വർത്തമാനമാണ്, ചെറിയൊരു വിശേഷമാണ്, ചെറിയൊരു കാര്യമാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്ന ആളുകളാണ്. വിജയം സ്വപ്നം കാണാത്തവരായിട്ട് ആരുമില്ല. പക്ഷെ പലപ്പോഴും ഇതിന് തടസ്സമായി നിൽക്കുന്ന, മഞ്ഞുമലകളെ പോലെ തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെയുള്ള 6 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെ ഈ 6 കാര്യങ്ങൾ എന്നുള്ളതല്ലേ? ജീവിതത്തിൽ നമ്മളെല്ലാം വിജയം ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിന് തടസ്സമായി പലപ്പോഴും വരാറുള്ളത് നമുക്ക് ലക്ഷ്യമുണ്ടായിരിക്കില്ല എന്നുള്ളൊരു കാര്യവും, ലക്ഷ്യത്തോടൊപ്പം തന്നെ വരുന്ന ആസൂത്രണം ഇല്ലാതിരിക്കുകയും അതിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന പ്രവർത്തനം ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് വിജയം നമ്മളിൽ നിന്ന് ഏറെ അകന്നകന്നകന്ന് പോകുന്നത്. അപ്പോൾ ഗോളില്ലാത്ത ആളുകൾ, നമ്മൾ പറയും ഗോൾ ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ദാറ്റ് ടേൺ ഇൻവിസിബിൾ ടു വിസിബിൾ എന്ന് പറയാറുണ്ട് അല്ലെ. കാണാത്തതിനെ കാണിപ്പിച്ചു തരുന്നത് ഗോളാണ്, നമ്മുടെ ലക്ഷ്യബോധമാണ്. മഹാഭാരതത്തിൽ അർജുനനോട് അമ്പ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ എന്താണ് കാണുന്നത് എന്ന് ദ്രോണാചാര്യൻ ചോദിച്ചപ്പോൾ കിളിയുടെ കഴുത്ത് മാത്രമേ കാണുന്നുള്ളൂ എന്ന് പറഞ്ഞ അർജുനനോടാണ് ഗുരുനാഥൻ അമ്പ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ആകാശം കാണുന്നു, മരങ്ങൾ കാണുന്നു, കൂട്ടുകാരെ കാണുന്നു, സഹോദരങ്ങളെ കാണുന്നു എന്ന് പറയുന്ന ആരോടും അദ്ദേഹം അമ്പ ചെയ്യാൻ വേണ്ടി പറഞ്ഞില്ല. യുധിഷ്ഠിരനോടാകട്ടെ, ഭീമനോടാകട്ടെ, നകുലനോടോ സഹദേവനോടോ ഒന്നും പറഞ്ഞില്ല. കിളിയുടെ കഴുത്ത് മാത്രം കാണുന്നു, ലക്ഷ്യബോധത്തോടെ അത് മാത്രം കാണുന്നു എന്ന് പറഞ്ഞ അർജുനനോടാണ് ഗുരുനാഥൻ അമ്പ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ലക്ഷ്യബോധത്തിന് അത്രമേൽ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പറയും അല്ലെ, വിത്തൗട്ട് പ്ലാൻ യുവർ ഗോൾ ഈസ് എ വിഷ് എന്ന് പറയും. ഗോളുണ്ട്, പക്ഷെ പ്ലാൻ ഇല്ല, ആസൂത്രണമില്ല. ഇഫ് യു ആർ നോട്ട് പ്ലാൻ, ഇഫ് യു ആർ ഫെയിലിയർ ടു പ്ലാൻ, ദെൻ യു ആർ പ്ലാൻ ടു ഫെയിലിയർ എന്ന് പറയും. പ്ലാൻ ചെയ്യാൻ നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഫെയിൽ ആവാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പ്ലാൻ വളരെ നെസസറി ആയിട്ട് ഒന്നതാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എക്സിക്യൂഷൻ, പ്രവർത്തനം. വിത്തൗട്ട് എക്സിക്യൂഷൻ യുവർ പ്ലാൻ ഈസ് ജസ്റ്റ് ഹാലൂസിനേഷൻ എന്ന് പറയും. ഒന്ന് മതിഭ്രമമായ കാഴ്ച മാത്രമാണ് നമ്മുടെ ഓരോ ആസൂത്രണങ്ങളും. പ്രവർത്തനമില്ല എങ്കിൽ, അപ്പോൾ ഇത് 3ഉം ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നതാണ്. ഇതില്ല എങ്കിൽ പിന്നെ നമുക്ക് വിജയം സ്വപ്നങ്ങളിൽ മാത്രമാണ്. വിജയം വളരെ വളരെ അകലെയായിരിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് കണ്ടിന്യൂസ് ലേണിംഗ് ആണ്. ലാക്ക് ഓഫ് കണ്ടിന്യൂസ് ലേണിംഗ് ഇല്ല എങ്കിൽ പിന്നെ വിജയത്തിന്റെ 7 അയലത്ത് പോലും നമ്മൾ എത്തില്ല. തുടർ പഠനം എന്നൊക്കെ പറയാറുണ്ട്, നിരന്തരമായ പഠനം എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. പഠനം അങ്ങനെയാണ്, അത് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ആരംഭിച്ച് ശ്മശാനത്തിലാണ് അവസാനിക്കുക എന്ന് പറയും. ലേണിംഗ് ദാറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദി വൂംബ് ഓഫ് ദി മദർ ആൻഡ് ദാറ്റ് എൻഡ്സ് ഇൻ ദി ടോം എന്നാണ് പറയുക. നമുക്ക് അപ്സ്കില്ലിങ്ങിന് വേണ്ടി പുതിയ പുതിയ സ്കില്ലുകൾ,
ഹാർഡ് സ്കില്ലുകൾ എത്ര പഠിച്ചാലും പുതിയ സോഫ്റ്റ് സ്കില്ലുകൾ പഠിക്കാനുണ്ട്. അങ്ങനെയൊക്കെ അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട്. കാലഘട്ടം മാറുമ്പോൾ, തലമുറകൾ മാറുമ്പോൾ ഇനിയും നമ്മൾ ഏറെ പരിഷ്കരിക്കപ്പെടേണ്ടതുണ്ട്, അപ്സ്കില്ലിംഗ് നടത്തേണ്ടതുണ്ട്, അപ്ഗ്രേഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതിന് നമുക്ക് നിരന്തരമായ പഠനം ആവശ്യമാണ്. ഇതില്ല എങ്കിൽ വിജയം നമുക്ക് വീണ്ടും സ്വപ്നങ്ങളിൽ മാത്രം. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത്, നമുക്ക് ക്ഷമ വേണം എന്നുള്ളതാണ്. ഇതിലേക്ക് പോകുമ്പോൾ, ഈ ഗോളിലേക്ക് പ്ലാനോടുകൂടി പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ ക്ഷമ വേണം. ആമയും മുയലും പന്തയം വെച്ചപ്പോൾ ക്ഷമയോടുകൂടി സഞ്ചരിച്ച ആമയാണ് വിജയിച്ചത്, അല്ലേ? മുയല് വേഗതയുള്ള ആളാണ്, പക്ഷെ ക്ഷമയില്ലാത്തത് കൊണ്ട് മുയലിന് പരാജയപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദി റേസ് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ പേഷ്യൻസ്, പെർസിസ്റ്റൻസ്, സ്ഥിരതയോടുകൂടി നിൽക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതില്ല എങ്കിൽ പിന്നെ നമുക്ക് വിജയം വളരെ അകലയിലായിരിക്കും. മൂന്നാമത്തെ കാര്യം. നാലാമത്തത്, നമ്മളുടെ തന്നെ മനസ്സിൻ്റെ ഒരു പ്രശ്നം, നമ്മുടെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ഐ ആം നോട്ട് ഓക്കെ ബട്ട് യു ആർ ഓക്കെ. ഞാൻ വളരെ മോശക്കാരനാണ്, നിങ്ങളൊക്കെ ഭയങ്കര മിടുക്കരാണ് എന്ന ചിന്ത വളരെ കൂടിക്കഴിഞ്ഞാൽ അപകടമാണ്. സോ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അപകർഷതാബോധം ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അത് നമ്മളെ പലപ്പോഴും വിജയത്തിൽ നിന്ന് മാറ്റി നിർത്തുമെന്നുള്ളതാണ് നാലാമത്തെ കാര്യം. അതാണ്. അഞ്ചാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ ഡിറ്റർമിനേഷനാണ്. എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ്, ഡിറ്റർമിനേഷൻ, ദൃഢനിശ്ചയം എന്നൊക്കെ പറയും. ഇഫ് യു ആർ ഡിറ്റർമൈൻഡ് ടു ലേൺ ടു അച്ചീവ് എ ഗോൾ, നോ വൺ ക്യാൻ സ്റ്റോപ്പ് യു. നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് ഡിറ്റർമിനേഷനോട് കൂടി, ദൃഢനിശ്ചയത്തോടു കൂടി, ഉറച്ച തീരുമാനത്തോടെ പോകുമ്പോൾ ഒരാൾക്കും തടയാൻ കഴിയില്ല. ഇഫ് യു ആർ നോട്ട് ഡിറ്റർമൈൻഡ്, നോ വൺ ക്യാൻ ഹെൽപ്പ് യു. നിങ്ങൾ ഡിറ്റർമൈൻഡ് അല്ല എങ്കിൽ, ഉറച്ച തീരുമാനം ഇല്ല നിങ്ങൾക്കെങ്കിൽ, ഒരാൾക്കും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പറ്റില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ദൃഢനിശ്ചയം, സ്ഥിരോത്സാഹം എന്നൊക്കെ പറയുന്നത് പോലെ. ഓക്കെ, അപ്പം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആറാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ അഹങ്കാരവും മുൻവിധിയുമാണ്. അരോഗൻസ് ആൻഡ് പ്രജുഡൈസ് എന്ന് പറയും. ഇത് രണ്ടും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നതാണ്. ഇത് രണ്ടും പലപ്പോഴും ഒരുമിച്ചാണ് കാണുക. അഹങ്കാരമുള്ള ആളുകൾക്ക് കൂടുതൽ മുൻവിധി ഉണ്ടാവും എന്ന് പറയാം. മുൻവിധി ഉണ്ടാവാൻ വേണ്ടി പാടില്ല. പുതിയൊരു ബന്ധം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, പുതിയൊരാൾ നമ്മളിലേക്ക് വരുമ്പോൾ, പുതിയൊരു വിഷയം നമ്മളിലേക്ക് വരുമ്പോൾ, പുതിയൊരു അവസരം നമ്മളെ തേടി വരുമ്പോൾ ഒരിക്കലും മുൻവിധി ഉണ്ടാവാൻ വേണ്ടി പാടില്ല. മുൻവിധി ഒരിക്കലും നമുക്ക് വിജയത്തിൻ്റെ അടുത്ത് നമ്മളെ എത്തിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ മുൻവിധി ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഒപ്പം തന്നെ ആരോഗ്യൻസ്, അഹങ്കാരവും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഇതും മാറ്റി നിർത്തേണ്ട ഒന്നാണ്. അപ്പോൾ ഈ 6 തടസ്സങ്ങളാണ് പലപ്പോഴും വിജയത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാനൊന്ന് പറയാം. 6 എണ്ണം. 1, ഗോള്, പ്ലാൻ, എക്സിക്യൂഷൻ, ഒന്നാമത്തേത്. രണ്ടാമത്തേത്, നമ്മളുടെ തുടർച്ചയായിട്ടുള്ള പഠനം. അതില്ലാതെ വന്നാൽ അത് നമ്മളെ വിജയത്തിൽ നിന്ന് മാറ്റി നിർത്തും. മൂന്നാമത്തേത് നമ്മുടെ ക്ഷമയാണ്. നാലാമത്തേത് നമ്മുടെ അപകർഷതാ ബോധമായിരുന്നു, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അഞ്ചാമത്തേത് നമ്മുടെ ഡിറ്റർമിനേഷനാണ്, ദൃഢനിശ്ചയമാണ്. ആറാമത്തേത് നമ്മുടെ അഹങ്കാരവും മുൻവിധിയുമാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിലെങ്കിൽ നമുക്ക് ഒരിക്കലും വിജയത്തിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഇതെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് വിജയത്തിലേക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാൻ വേണ്ടി കഴിയും. നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും. മറ്റൊരു വർത്തമാനമായി നമുക്ക് വീണ്ടും കാണാം. ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുക. മറ്റൊരു വർത്തമാനമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.